കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ ജൈവ കർഷകരുടെ നേതൃത്വത്തിൽ ജൈവ കർഷക കൂട്ടായ്മ രൂപീകരിച്ചു. മാത്തലിൽ ജൈവ ചന്ത തുറന്നുകൊണ്ടായിരുന്നു കൂട്ടായ്മയുടെ ഔപചാരികമായ ഉദ്ഘാടനം. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ ജൈവ കർഷകർ ചേർന്നാണ് മാത്തിൽ ആസ്ഥാനമായി ജൈവ കർഷക കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. കൂട്ടായ്മയുടെ ആദ്യ പ്രവർത്തനമായാണ് മാത്തിൽ ബാങ്ക് മൈതാനത്ത് ജൈവ ചന്ത സംഘടിപ്പിച്ചത്. പി നാരായണ മാസ്റ്റർ കൺവീനറും വാർഡ് മെമ്പർ കെ പങ്കജാക്ഷൻ ചെയർമാനുമായാണ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. മാത്തിലിനടുത്തുള്ള കുറുവേലി ആസ്ഥാനമായി നാടകപ്രവർത്തകൻ കൂടിയായ കരുണാകരൻ പനങ്ങാട് നേതൃത്വം കൊടുക്കുന്ന കുറുവേലി ജൈവത്തോട്ടത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നാണ് ഇത്തരമൊരാശയം ഉരുത്തിരിഞ്ഞത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഏറ്റവും നന്നായിരിക്കണം, അത് ഏറ്റവും അടുത്തതും, അതായത് വിഷരഹിത ഭക്ഷണം ഏറ്റവും അടുത്തതും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ആ ഒരു ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ആശയത്തിനാണ് ഞാൻ കൃഷിയോട്. അത് സമൂഹത്തിനാകെ അങ്ങനെയൊരു സന്ദേശം, അവരവർക്ക് വേണ്ടുന്നത് അവരവർ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഞങ്ങളുടെ കൂട്ടായ്മയോട് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് എല്ലാവരെയും ആകർഷിക്കും. കൃഷിക്കാർ തന്നെ വിപണനക്കാരുമാകണം, അതാണ് ഇതിലെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യം. കുറുവേലി ശ്രീ പനങ്ങാടിന്റെ നേതൃത്വത്തിലാണ് ഒരു കൂട്ടായ്മ നേരത്തെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ഇത്തരത്തിൽ നമ്മുടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ജൈവ കർഷകരെ കൂട്ടിവഹിച്ചുകൊണ്ട് മാത്തിൽ ആസ്ഥാനമായിക്കൊണ്ട് മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മ എന്ന നിലക്കാണ് നമ്മുടെ ഈ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ വ്യത്യസ്തമായ പരിപാടികൾ നമ്മുടെ ഒരുപക്ഷെ ഈ കാർഷിക വിളകൾ, നമ്മളെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുക മാത്രമല്ല, കൃഷിയെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായ ക്ലാസുകൾ കൊടുത്തുകൊണ്ട് പുതിയ തലമുറയിലേക്ക് ആർജിക്കാൻ പറ്റുന്നതിലേക്കാണ് പ്രവർത്തനങ്ങൾ വെച്ചിട്ടുള്ളത്. പഞ്ചായത്തിനെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുക, യുവതലമുറയിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുക, കൃഷിയൊരു വരുമാന മാർഗമാക്കുക, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ നല്ല ആരോഗ്യശീലമുണ്ടാക്കുക എന്നിവയാണ് കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ആഴ്ച ചന്തയോടനുബന്ധിച്ച് ജൈവ കർഷകരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം ഭക്ഷ്യ സ്വയം പര്യാപ്തമല്ലാത്തൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അന്യ സംസ്ഥാനങ്ങളാണ് നമ്മുടെ നാടുകളിലേക്ക് പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആശുപത്രി എണ്ണം കൂടി വരുന്ന ഒരവസ്ഥയാണ്. കൃഷി വ്യാപിപ്പിക്കുക, അതോടൊപ്പം തന്നെ വിഷരഹിത ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സംഘടനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പുതിയ തലമുറയിൽ കൃഷിയോട്, ഗ്രാമത്തിനോട്, നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ജൈവ കൃഷിയോട് ഒരു വിഷരഹിതമായ മനസ്സ്, അതുപോലെ തന്നെ വിഷരഹിതമായ ഭക്ഷണം, ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.